ഡൽഹി സ്ഫോടനം അന്വേഷണം കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും പരിശോധന വ്യാപിപ്പിക്കുമെന്നാണ് പറയുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ അൽഫല ട്രസ്റ്റുകളുടെ പശ്ചാത്തലം സംബന്ധിച്ച് അന്വേഷിക്കുന്നത് അൽഫല യൂണിവേഴ്സിറ്റിയുടെ മാതൃസ്ഥാപനമായ അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റുമായുള്ള ബന്ധമാണ് കൂടുതൽ അന്വേഷിക്കുക. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ദേവിക, ഈ പറയുന്ന രീതിയിൽ തന്നെയാണ്. അതായത് ഒന്ന്, ഈ ഭീകരരുടെ നഴ്സറി എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ തന്നെയെന്ന് വ്യക്തമായിരിക്കുന്ന ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ കേരളമടക്കമുള്ള വിവിധ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര ഇന്റലിജൻസ് വ്യാപിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അൽഫല യൂണിവേഴ്സിറ്റിയുടെ മാതൃസ്ഥാപനമായ അതിൻ്റെ ഉടമസ്ഥത വഹിക്കുന്ന സ്ഥാപനമായിട്ടുള്ള അൽഫല ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇതേ സ്ഥാപനത്തിന് സമാനമായി ഇതേ സ്ഥാപനത്തിൻ്റെ ആശയങ്ങളുമൊക്കെയായി കേരളമടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ സമാനമായ പേരുകളിൽ നിരവധി ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങൾക്ക് ഫരീദാബാദിലെ യൂണിവേഴ്സിറ്റിയുടെ അതേ പ്രവർത്തനങ്ങളുമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ മാതൃസ്ഥാപനമായ അൽഫല ട്രസ്റ്റിൻ്റെ അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പലയിടത്തുമുള്ളത്. ചില ട്രസ്റ്റുകൾക്ക് ഈ മദ്രസകളുടെ വ്യാപനത്തിനായി ശ്രമം നടത്തുന്നു. ചിലയിടങ്ങളിൽ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. മറ്റു ചില സ്ഥലങ്ങളിൽ സ്കൂളുകളടക്കം ഈ ട്രസ്റ്റുകളുടെ പേരിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ സംശയം എന്നത് ഫരീദാബാദിലെ അൽഫല ട്രസ്റ്റുമായി ബന്ധമുള്ളതാണ് ഈ പറയുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ അൽഫല ട്രസ്റ്റുകൾ എന്നതുള്ളതുമാണ്. ഇവ തമ്മിലുള്ള ബന്ധമടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുന്നത് കേരളത്തിലെ 3ഓളം ട്രസ്റ്റുകളും ഈ പരിശോധനയുടെ ഭാഗമായി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്ന് തിരുവനന്തപുരത്താണ്, ഒന്ന് പാലക്കാടാണ്, ഒന്ന് കാസർഗോഡാണ്. അങ്ങനെ 3 ട്രസ്റ്റുകൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ പറയുന്ന രീതിയിൽ ഈ പേരുകളുടെ ഭാഗവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസികളുടെ പരിശോധന നേരിടാൻ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര ഇന്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഒന്ന്, അന്വേഷണ ഏജൻസികൾക്ക് ഇപ്പോൾ സംശയം എന്നത് അൽഫലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ പറയുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മറ്റ് അൽഫല ട്രസ്റ്റുകളും എന്നുള്ളതാണ്. കാരണം ഇവയുടെ എല്ലാം പേരുകൾ സമാനമാണ്. ഇവയുടെയൊക്കെ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി വിശദമായ പരിശോധനകൾ ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അൽഫല യൂണിവേഴ്സിറ്റിയുടെ മാതൃസ്ഥാപനമായ അൽഫല ട്രസ്റ്റിന് സമാനമായി തന്നെ മതപ്രചാരണം, അതോടൊപ്പം തന്നെ ഇസ്ലാമിക വിദ്യാഭ്യാസം, അങ്ങനെയുള്ള വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ്, അതോടെ ചാരിറ്റി, ഇങ്ങനെയുള്ള വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ പറയുന്ന ട്രസ്റ്റുകളുടെ എല്ലാം പ്രവർത്തനം. അപ്പോൾ സ്വാഭാവികമായും ഒരു ബന്ധം അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുണ്ട്. പക്ഷേ അത് വിശദമായ പരിശോധനകളിലൂടെ, വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഈ പറയുന്ന അൽഫല ട്രസ്റ്റുകൾക്കെല്ലാം ഫരീദാബാദിലെ ഭീകരവാദത്തിൻ്റെ നഴ്സറി എന്ന് വിളിക്കപ്പെടുന്ന ഇപ്പോഴത്തെ അൽഫല യൂണിവേഴ്സിറ്റിയുടെ മാതൃസ്ഥാപനമായ അൽഫല ട്രസ്റ്റുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ ഒരു പരിശോധന ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് ആരംഭിച്ചിരിക്കുകയാണ്. ദേവിക. ശരി, എന്തായാലും ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. പരിശോധന വിവിധ സംസ്ഥാനങ്ങളിലെ അൽഫല ട്രസ്റ്റുകളുടെ പശ്ചാത്തലം സംബന്ധിച്ചാണ് അന്വേഷിക്കുന്നത്. അൽഫല യൂണിവേഴ്സിറ്റിയുടെ മാതൃസ്ഥാപനമായ അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റുമായുള്ള ബന്ധം. പ്രജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.